ഹായ് ഗേസ്, നമ്മുടെ ഷോപ്പിലേ ഇന്ന് ബാറ്ററി മാറാനായിട്ട് വന്ന ഒരു ഫോണാണ് ഈ കാണുന്നത്. ലെനോയുടെ ഒരു ഫോണാണ്. അപ്പോൾ ഇത് വളരെയധികം ബഡ്ജറ്റാണ് ഈ ബാറ്ററി വന്നിട്ടുള്ളത്. അപ്പോൾ എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. എന്നാൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫോണിൽ ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ അത് ബഡ്ജറ്റുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ചിലത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചില ബാറ്ററി നിൽക്കാത്ത കംപ്ലൈൻറ്റ് വരുമ്പോൾ തൊട്ടടുത്ത ഷോപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ റിമൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനും അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ബാറ്ററി പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായിരുന്നൊക്കെ. അപ്പോൾ അതുപോലെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും പറയാനൊന്നേ ഉള്ളൂ, നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അത് ചേഞ്ച് ചെയ്യുക, റിസ്ക് എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാറ്ററി എങ്ങനെ ബഡ്ജാവണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം തന്നെ 3-4 തവണ ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ രാത്രിയിൽ ഫോൺ കുത്തി വെച്ചിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ രാത്രി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം മണിക്കൂറുകളോളം അത് കിടക്കുമ്പോൾ അത് ഫോൺ ചൂടാവും. അതുപോലെ തന്നെ അതുകൊണ്ടും ബാറ്ററി എന്ത് വരാൻ പറ്റും, കംപ്ലൈൻറ്റ് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനുള്ളിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതുപോലെ ബാറ്ററി ബഡ്ജാവണത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ 100% ആവുമ്പോൾ തന്നെ അത് ഊരിയെടുക്കുക. അധികം നേരം ചാർജിലിട്ട് കിടക്കാതിരിക്കുക, കിടന്നുറങ്ങാതിരിക്കുക. അപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ഒരു 10-20% കുറമ്പിൽ വീണ്ടും കുത്തിയേക്കും. അത് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മളൊരു 100% ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അതൊരു ലാസ്റ്റിൽ എത്തുന്നത് വരെ നോക്കുക. അതിന് ശേഷം ചാർജ് ചെയ്യുക. ഓക്കെ.